അപ്പോഴേ നമ്മുടെ ഇലക്ഷന്റെ തിരക്കൊക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ വീടുകളിലേക്ക് ഒന്ന് നോക്കാം. അവിടെ കുറച്ച് ആളുകൾ ബോർഡ് എക്സാമിന് തയ്യാറെടുക്കുന്നവരുണ്ട്, 10ാം ക്ലാസ്സും 12ാം ക്ലാസ്സും ഒക്കെ ആയിട്ട്. അപ്പോൾ ഇതിൽ കുറേ പേരെങ്കിലും ഈ എക്സാമിനോട് കൂടി തന്നെ എൻട്രൻസ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവരുണ്ടാവും. അപ്പൊ ഇതിനൊക്കെ ഇവർക്ക് ആവശ്യം എന്താണ്? നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ്. നീ ഫുൾ A+ മേടിച്ചില്ലെങ്കിൽ, ഫുൾ A1 മേടിച്ചില്ലെങ്കിൽ അപ്പൊ കാണാം എന്ന രീതിയിലുള്ള ഭീഷണികളൊന്നും വേണ്ട, നിന്നെ കൊണ്ട് സാധിക്കും എന്ന രീതിയിൽ അവർക്ക് സപ്പോർട്ട് കൊടുത്ത് മുന്നോട്ട് പോവാം. വെള്ളം കൊടുക്കുക കുട്ടികൾക്ക്. പുറത്തുനിന്നുള്ള ഭക്ഷണം പരമാവധി ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ ഈ എൻട്രൻസ് എക്സാമിനുള്ള സമയം ചിലതൊക്കെ അതിന്റെ നോട്ടിഫിക്കേഷൻ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ നോക്കിയിട്ട് സമയം കഴിയുന്നതിന് മുൻപായിട്ട് തന്നെ അതിന് അപ്ലൈ ചെയ്യുക. ഇനി അവസാനം ആവട്ടെ എന്നൊന്നും വിചാരിക്കരുത്. എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണോ വേണ്ടത് അതൊക്കെ വേഗം അടുപ്പിച്ച് വെച്ചുകൊണ്ട് അതിന് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇപ്പോൾ നീറ്റ്, കീം, ക്ലാറ്റ്, ക്ലീ, നിഫ്റ്റ്, ജെഇ തുടങ്ങി കുറേ എക്സാമുകൾ എഴുതുന്നുണ്ട്. പിന്നെ ചില കോഴ്സുകളിലേക്ക് പല യൂണിവേഴ്സിറ്റികളിലേക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ ഓരോ യൂണിവേഴ്സിറ്റിയും അവരുടേതായ എൻട്രൻസുകൾ നടത്തുന്നുണ്ടാവാം. അപ്പോൾ ഇതിനൊക്കെ എന്താണ് ഇതിൻ്റെയൊക്കെ സിലബസ് അതൊക്കെ ഒന്ന് ഡൗൺലോഡ് ചെയ്യുക. എന്നിട്ട് അതിനൊക്കെ കുട്ടികളെ ഹെൽപ്പ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഇരുന്നും കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് മാർക്ക് ഇല്ലെങ്കിൽ കാണാം, ഞാനൊക്കെ എൻ്റെയൊക്കെ അവസ്ഥ കണ്ടോ എന്ന രീതിയിൽ സംസാരിക്കാനല്ല ഞാൻ പറഞ്ഞത്. അവർക്ക് വേണ്ടുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കുക. എന്തെങ്കിലും തരത്തിൽ അവർക്ക് എന്തെങ്കിലും പോർഷൻസ് മനസ്സിലാവുന്നില്ലെങ്കിൽ അതിന് ആരുടെ ഹെൽപ്പാണോ എടുക്കേണ്ടത് അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഒന്നും ചെയ്തില്ലെങ്കിലും പാരന്റ് കൂടെ ഉണ്ട് എന്നുള്ളത് തന്നെ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആശ്വാസമായിരിക്കും. അപ്പോൾ അങ്ങനെ മുന്നോട്ട് പോട്ടെ ഇനിയുള്ള കുറച്ച് മാസങ്ങളെ. ലെറ്റ് ലൈറ്റ് ഷൈൻ ഔട്ട് ഓഫ് ഡാർക്ക്നെസ്.